നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. നമ്മൾ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് അവിടുത്തെ കിച്ചണാണ്, അടുക്കള. അടുക്കള എന്നാൽ അടുക്കാനുള്ള കളം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വീടിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയായിരിക്കും. അപ്പോൾ അടുക്കളയുടെ ഇൻറ്റീരിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാനലായിരിക്കും നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന ചാനൽ. ഇതുപോലുള്ള ഒരുപാട് 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രം നമ്മുടെ ഈ ചാനലിലുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെയുള്ള ഒരു അടുക്കളയാണ്, ഒരു കിച്ചണാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയുള്ള ശ്രീ സെൽവരാജിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കിച്ചണിനുള്ളിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയായ ശ്രീ അരുണാണ് പുള്ളിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പേര് DMAX ഇൻറ്റീരിയേഴ്സ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഇതുപോലുള്ള അടിപൊളി വർക്കുകൾ അദ്ദേഹം ചെയ്തു തരുന്നതാണ്. അപ്പോൾ സാധാരണ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് കിച്ചൺ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ ക്വാളിറ്റി ഒരു ശകലം പോലും കുറയ്ക്കാതെ ക്വാളിറ്റി മെറ്റീരിയൽസ് ഇട്ട് വേണം നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കതിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവും, ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്ത ഒരു ഇൻറ്റീരിയറാണ് നമ്മുടെ ഈ വീട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കളർ കോമ്പിനേഷനിലോട്ട് വരാം. ആദ്യം തന്നെ ഇത് യൂസ് ചെയ്തിരിക്കുന്ന ടൈലിൻ്റെ കളർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ഗ്രേ കളറാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചൺ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സൂപ്പർ ഗാലക്സിയാണ്. അതുപോലെ ഇവിടെ നമ്മുടെ കൗണ്ടറിൻ്റെ ഒക്കെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ഒക്കെ അത് മേളിൽ വന്നിരിക്കുന്നത് വൈറ്റ്, ബോക്സി വൈറ്റ്. ചില ഡോറുകളിൽ നമുക്ക് മെറൂൺ കളർ വന്നിട്ടുണ്ട്. ആ ബോക്സി വൈറ്റ്, ഈ ഗ്രേ, മെറൂൺ, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് മൊത്തത്തിൽ നമ്മുടെ കിച്ചണിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത എന്തൊക്കെയാണ് മെറ്റീരിയൽ, നമ്മൾ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിലും പറഞ്ഞാണ്, ഇതിനകത്ത് ഫുള്ള് കബോർഡുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് 710 BWP മറൈൻ പ്ലൈവുഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡോറുകളിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് HDHMR എന്ന ഗ്രേഡിൽപ്പെട്ട, അതായത് ഹൈ ഡെൻസിറ്റി ഹൈ മോയ്സ്ചർ റെസിസ്റ്റൻറ്റ്, HDHMR എന്ന് പറയും. MDFിൻ്റെ MDF HDF അതിൻ്റെ ഒരു കുറച്ചുകൂടെ മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് HDHMR. ഡോറുകളിൽ നമ്മൾ കിച്ചൺ ചെയ്യുമ്പോൾ പലപ്പോഴും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ടാണ് ഡോറുകൾ HDHMR വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്യാബിനറ്റുകളെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന പ്ലൈവുഡിലായിരിക്കും. ഡോറ് വരുമ്പോൾ HMR ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറഞ്ഞിരിക്കും, അതേസമയം കോസ്റ്റും കുറഞ്ഞിരിക്കും. ഇനി നമുക്ക് സ്ലാബ്, ഇപ്പോൾ ഓൾറെഡി ഈ കിച്ചൺ യൂണിറ്റിൽ വന്നിരിക്കുന്നത് മുകളിൽ ഓൾറെഡി ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിങ്ങൾ കാണുന്ന കൗണ്ടറുകളെല്ലാം തന്നെ സ്ലാബിൻ്റെ മുകളിലാണ്. ഫ്രെയിം വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 12 ഡോറ് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു അവസരത്തിൽ വേണം ഇതിൽ രണ്ടായിട്ടോ ഒന്നായിട്ടോ നമുക്ക് പാർട്ടീഷൻ ചെയ്തെടുക്കാവുന്നതാണ്. താഴെയും ഗാലക്സി, ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സൂപ്പർ ഗാലക്സിയാണ് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ്. അതിൻ്റെ താഴെയും അതും ഈ പറഞ്ഞ ടോപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കൗണ്ടറെല്ലാം കൂടെ 10 എണ്ണം വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വിശദമായിട്ട് പിന്നീട് വരാം. പിന്നെ മൊത്തം അങ്ങനെ 12, 10, 22 പ്ലസ് ഈ ഏരിയയിൽ 2 ഷെൽഫ് ക്യാബിനറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിലും ക്യാബിനറ്റുകൾ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഇപ്പോൾ ഇതിൽ ഹുഡ് ആൻഡ് ഹോബ് വന്നിട്ടില്ല. ഹുഡ് ആൻഡ് ഹോബിനോട് ചേർന്നിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ പാകത്തിന് മറ്റൊരു ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഷെൽഫ് പോലെ 2 ബോക്സായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെറ്റീരിയലോട്ടുണ്ട് വിശദമായിട്ട്. ഏതൊരു കിച്ചൺ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഭയങ്കര പ്രധാനമാണ്. നമ്മൾ ഇതിനകത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഫസ്റ്റ് ആദ്യം നമ്മൾ കാണുമ്പോഴത്തേക്കും നോർമലി ഒരു കബോർഡ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം, അതിൽ ചെയ്തിരിക്കുന്ന പ്രൊഫൈല് G പ്രൊഫൈൽ എന്ന് പറയും. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ആജീവനാന്തം ഇരിക്കും എന്ന് പറയുമ്പോൾ തുരുമ്പെടുക്കാതെ ഇരിക്കും എന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ടതാണ്. ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ വെള്ളമൊക്കെ വീഴും, നമ്മൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ആയിരിക്കും തുറക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാൻ, കുഴിത്തുരുമ്പ് പോലുള്ള സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഫൈലിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകത്തില്ല. കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൈവുഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ആദ്യം മറൈൻ പ്ലൈവുഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കബോർഡിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഉള്ളിൽ ഫുള്ള് വന്നിരിക്കുന്ന മറൈൻ പ്ലൈവുഡാണ്. മറൈൻ പ്ലൈവുഡിൽ തന്നെ ബാക്ക് സൈഡ് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എപ്പോഴും ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു പുതിയ കെട്ടിടം നിൽക്കുമ്പോഴത്തേക്ക് അതിൽ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും.
അതുകൊണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ PVC വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷമാണ് അതിലോട്ടാണ് എല്ലാ സാധനങ്ങളും വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മറൈൻ പ്ലൈവുഡ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അകത്ത് വന്നിരിക്കുന്നത് വൈറ്റ് ലാമിനേഷൻ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ എഡ്ജിങ് ആണ് വളരെ പ്രധാനമായിട്ടുള്ള സാധനം. ഏതൊരു സാധനം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലിട്ട് എയർ കയറി പോകാതെ വെള്ളം കയറി പോകാതെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വെല്ലുവിളിയുള്ള കാര്യമാണ്. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ വൃത്തിയുള്ള ഇൻസൈഡ് ചിപ്പ് ചെയ്ത എഡ്ജ് ബാൻഡിങ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഇവരുടെ ഡോറാണ്. കിച്ചൺ ക്യാബിനറ്റിന് ഡോർ ചെയ്യുമ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മറൈൻ പ്ലൈവുഡ് ചെയ്യുമ്പോൾ മറൈൻ പ്ലൈവുഡ് ഇട്ട് തന്നെ ഡോർ ചെയ്യാം. ഇനി അതല്ല അതിൻ്റെ താഴ്ന്ന ഗ്രേഡിലുള്ള സാധനങ്ങളിട്ടും ചെയ്യാം. ഇവിടെ ചെയ്തിരിക്കുന്ന HDHMR, ഹൈ ഡെൻസിറ്റി ഹൈ മോയ്സ്ചർ റെസിസ്റ്റൻറ്റ്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ വിശദമായിട്ട് പിന്നീട് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. MDFിൻ്റെ HDFിൻ്റെ കുറച്ച് കൂടിയ പ്രൊഡക്റ്റ്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള മൈക്ക ലാമിനേഷനാണ് വന്നിരിക്കുന്നത്. മൈക്ക ലാമിനേഷൻ ഇൻസൈഡ് ചിപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റിനോട് ചേർന്ന് നിൽക്കുകയും കൂടാതെ ഡോറ് വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കുറേ ഏറെക്കാലം നിൽക്കാനായിട്ടുള്ള ആ ഒരു ഇതും ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ എല്ലാം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു രീതി കൂടിയാണിത്. പ്ലൈവുഡ് വെച്ച് നമ്മൾ ക്യാബിനറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഡോറ് നമ്മൾ MDFോ HDFോ ഇതുപോലുള്ള HMRO വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് നോർമലി ഇത് നമ്മുടെ സിങ്കിൻ്റെ താഴെയുള്ള ഏരിയയാണ്. സിങ്കിന് താഴെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൽ താഴെ വന്നിരിക്കുന്നതും മറൈൻ പ്ലൈവുഡ് തന്നെ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സൈഡിലെല്ലാം ഹിഞ്ചസുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് HMRന് ആദ്യം പറഞ്ഞ പോലെ തന്നെ HMRൻ്റെ ഡോറാണ് ഇതിനും വന്നിരിക്കുന്നത്. മൈക്ക ലാമിനേറ്റ്സ് സാധാരണ പലരും ചോദിക്കാറുണ്ട് മറൈൻ പ്ലൈവുഡ് വെച്ചിട്ട് സിങ്കിൻ്റെ താഴെ ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് എത്രമാത്രം ഗ്യാരണ്ടി നമുക്ക് ആവശ്യമുണ്ടോ ആ ഗ്യാരണ്ടി നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ ഈ ഏരിയയിൽ ഇവിടെ രണ്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കബോർഡായിട്ട് തന്നെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ വെക്കാനായിട്ട് പാകത്തിന് 2 ബോക്സ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൽ നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ട് പ്രത്യേക ഒരു ഏരിയ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ഏരിയാസിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഏരിയകളാണ്. അതും ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഫുഡ് ആൻഡ് ഹോബിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. വുഡ് ആൻഡ് ഹോബ് നമ്മൾ സാധാരണ രീതിയിൽ വുഡ് ആൻഡ് ഹോബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ 2 സൈഡിൽ ഒന്നിലൊരു കബോർഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു സംവിധാനമാണ്. ഇനി നമുക്ക് അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സെറ്റിങ്ങിനായിട്ടുള്ള ഏരിയയാണ്. ബാക്കിയുള്ളതിൽ നിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ താഴെ നമ്മൾ വേറെ ഇതൊന്നും ചെയ്തിട്ടില്ല. നോർമലി ടൈലിൽ തന്നെ ഇത് വെക്കത്തക്ക രീതിയിൽ. പിന്നെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാ കിച്ചൺ കബോർഡുകളും ചെയ്തിരിക്കുന്ന സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ്. നമ്മൾ കിച്ചണിൽ സാധാരണ രീതിയിൽ കിച്ചൺ ക്യാബിനറ്റുകൾ വളരെ റഫായിട്ട് യൂസ് ചെയ്യും. നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ചില സമയത്ത് എപ്പോഴും നമുക്ക് ഒരേ മൈൻഡ് ആയിരിക്കണമെന്നില്ല, ഇങ്ങനെ തള്ളി അടച്ചൊക്കെ വിടും. അങ്ങനെ വരുമ്പോഴത്തേക്കും സോഫ്റ്റ് ക്ലോസ് ചെയ്യണേ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കാര്യം അതിനൊരു ഡാമേജ് ഇല്ലാതെ ഇരിക്കാനായിട്ടുള്ള ഒരവസരമുണ്ട്. ഇനി നമുക്ക് കിച്ചൺ സിങ്കിലേക്ക് വരാം. കിച്ചൺ സിങ്ക് സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റീലിൻ്റെ സിങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പ്രത്യേകത നമ്മളെ ആകർഷിച്ച ഒരു സാധനം ഇതിൻ്റെ ടാപ്പാണ്. ഇത് ഫ്ലെക്സിബിൾ സിങ്ക് ടാപ്പാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാത്രം കഴുകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിനെ ചലിപ്പിക്കാൻ പറ്റും. ഇതല്ലാതെ വേറെ ടൈപ്പ് ഇതുപോലത്തെ ടാപ്പുകളുണ്ട്. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കിടക്കും. നമുക്കൊരു പാത്രം കഴുകുമ്പോഴൊക്കെ ഇഷ്യൂ വരും. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് നമുക്കിങ്ങനെ വളരെ ഇതായിട്ട് ഇതുപോലെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അത് നിവർത്താൻ പറ്റും, വലിച്ചു നീട്ടാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഫ്ലെക്സിബിൾ സിങ്ക് ടാപ്പ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ കിച്ചൻ്റെ പ്രത്യേകത. ഇതിൽ തന്നെ എന്നെ വളരെയധികം ആകർഷിച്ചൊരു സാധനം ഇതിൻ്റെ സീലിംഗ് ആണ്. സീലിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ഫാൻ കൊടുത്തിട്ടുണ്ട്. കൺസീൽ ചെയ്തിരിക്കുന്നതാണ്. കൺസീൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കിഴിച്ച് ചെയ്തിരിക്കുന്ന സാധനം. 4 വാം ലൈറ്റുകൾ 4 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ലൈറ്റ് വളരെ കൃത്യമായിട്ട് വരത്തക്ക രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സീലിംഗ് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വർക്ക് ഏരിയയിലും ഇതുപോലെ തന്നെ ഒരു 4, 8, 4, 12 ഡോറുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ സിങ്ക് ചെയ്തിട്ടുണ്ട്. അതും ഇതിനോട് സമാനമായിട്ടുള്ള ഇതേ കളർ കോമ്പിനേഷനൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആദ്യം വീഡിയോയിൽ പറഞ്ഞിരുന്നു DMAX ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ DMAX ഇൻറ്റീരിയേഴ്സിൻ്റെ ഉടമസ്ഥനാണ്, അല്ലേ? ഡിസൈനറാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനമാണ്, സ്വന്തം വീടുമാണ്. അതാണ് പ്രത്യേകത. നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ക്വാളിറ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ആ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കാരണം ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു കോസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതിലൊരു ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഷുറൻസ് എന്താണ്? അതായത് ഗ്യാരണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഫുൾ യൂസ് ചെയ്തേക്കുന്നത് മറൈൻ പ്ലൈ ആണ് യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ ഷട്ടർ വന്നേക്കുന്നത് പറഞ്ഞാൽ HDHMR ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാം ഓട്ടോ ക്ലോസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്.
പിന്നെ നമുക്ക് വന്നേക്കുന്നത് പറഞ്ഞാൽ ഇതിന്റെ അപ്രോക്സിമേറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അതിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ സർവീസുകളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുമോ? എങ്ങനെയാണ് സർവീസ് നമ്മൾ ചെയ്യും? ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റിലോട്ട് കിടക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ചെറിയ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് അറ്റാച്ച്മെന്റ് ക്വാളിറ്റി ബേസിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണ് ഇനി പ്രധാനം. അപ്പം മൊത്തം ഇതിന് എത്രയാണ് റേറ്റ് വന്നിരിക്കുന്നത്? നമ്മുടെ റേറ്റ് വന്നിരിക്കുന്നത് 1.5 ആണ് വന്നിരിക്കുന്നത്. അതായത് 1.5 ലക്ഷം രൂപ അല്ലേ? 1.5 ലക്ഷം രൂപ. അതിൽ നമുക്ക് ഈ ഉൾപ്പെടാനുള്ളത് ഇനി ഫുഡ് ആൻഡ് ഹബ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിൻ്റെ മാത്രമേ ഉള്ളൂ ഇനി എക്സ്ട്രാ ഒരു ഇത് വരാനായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഡിമാക്സ് ഇന്റീരിയേഴ്സിന്റെ വിഷയം. വേറെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പറയാനുണ്ടോ? ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സീലിംഗ് ചെയ്യുന്നുണ്ട്, വാട്ടർപ്രൂഫ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മോഡുലാർ കിച്ചൺ ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ റെസിഡൻസ് കം ഓഫീസാണ് വന്നേക്കുന്നത്. അത് വന്നേക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി കോട്ടയമാണ്. നമ്മൾ റെസിഡൻസും ചെയ്യും, കൊമേഴ്ഷ്യലും ചെയ്യും അല്ലേ? കൊമേഴ്ഷ്യലും ചെയ്യും. ഏത് രീതിയിലുള്ള വർക്കും ആൾ ചെയ്തു തരും. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക, നോക്കിയിട്ട് ആളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അരുണേ, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ശെൽവരാജ് ചേട്ടൻ്റെ വീട്ടിലെ കിച്ചൺ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ തന്നെ മകനായിട്ടുള്ള ശ്രീ അരുണാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രം വരുന്ന ഒരു ചാനലായിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്കും ഷെയറും എല്ലാം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ FB ലിങ്ക് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാ പേജുണ്ട്. ഇത് രണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. മെയിൽ ID ഉണ്ട്. മെയിൽ IDയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ അതിൻ്റെ ഡൗട്ട്സ് ചോദിക്കുക. നമ്മളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നതായിരിക്കും. എന്തെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങളതൊന്ന് പറയുക. നമുക്ക് അതനുസരിച്ചുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലുണ്ടാകും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.